ഇന്നത്തെ പ്ലാനൊക്കെ എന്താ? എന്ന് ഫസ്റ്റ് നെസ്റ്റോല് എന്നിട്ട് ഫുഡ് കഴിക്കും. എവിടെന്നാ ഫുഡ് കഴിക്കണ്ടേ? എന്നിട്ട് കഴിക്കാൻ പോവുക. എന്നിട്ട് നമുക്ക് ഇവിടേക്ക് പോവാം, സ്റ്റുഡിയോക്ക്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മിത ദർശന. അപ്പോൾ ഞാനും ആറ്റനപ്പോൾ എടപ്പാളിലെ ഫോറം മാളിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടെ. വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ നടക്കുകയാണ്. ഇന്ന് ആരുടെ എന്ത് പറഞ്ഞാലും അമ്മ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് അവനെ കൂട്ടിയിട്ട് ഞാൻ ഫോറം മാളിലേക്ക് വന്നിരിക്കുന്നത്. കാരണം എൻ്റെ അമ്മയുടെ കസിൻ സിസ്റ്ററിൻ്റെ മോളുടെ എൻഗേജ്മെൻ്റ് ആട്ടോ. അപ്പോൾ ഞാനും അവനും അല്ലാതെ ബാക്കി എല്ലാവരും വീട്ടിൽ നിന്ന് പോയി. ആൻറ്റിമാരും മാവന്മാരും മക്കളും എല്ലാവരും പോകേണ്ടപ്പോൾ അവന് ഭയങ്കര സങ്കടമായി. അപ്പോൾ ഞാൻ പറഞ്ഞു വിഷമിക്കേണ്ടത്, നമുക്കിന്ന് ഇന്നത്തെ ദിവസം നമുക്ക് അവരേക്കാൾ കൂടുതൽ എൻജോയ് ചെയ്യുക, ചില്ല് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചു കൊടുത്താണ് ഞാൻ. അങ്ങനെ ഞങ്ങൾ ഫോറം മാളിൽ എത്തിയപ്പോൾ അവൻ എസ്കുലേറ്ററിലൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നിയിട്ട്, കാരണം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അത്രയും ഈ ഒരു 7 വയസ്സ് വരെ അവനെ ഞാൻ എടുത്തിട്ടാണ് എസ്കുലേറ്ററിൽ കയറിയിരുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര പേടി, അവൻ ഒറ്റയ്ക്ക് കയറ്റി അവനും പേടിയായിരുന്നു. പിന്നെ ഞങ്ങൾ ദുബായിൽ പോയിട്ട് അവനങ്ങനെ പഠിപ്പിച്ചതാണ്. പോയിട്ട് ഫുൾ അവിടെ അതായതുകൊണ്ട് അങ്ങനെ പോയി അവനെ പഠിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ മിററിൽ സെൽഫിയും കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കിട്ടാം. എന്നിട്ട് ഞങ്ങൾ വന്ന് ചർച്ച ചെയ്യുകയാണെന്ന്, ഇപ്പോൾ എന്ത് ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് നോക്കുന്നുണ്ടായിരിക്കും. അവൻ ഈ മെനു നോക്കിയിട്ടൊക്കെ പറയുന്നു. പക്ഷേ അവൻ ഈ ചിത്രം നോക്കിയിട്ടാണ് പറയുക, പിക്ചറൊക്കെ നോക്കിയിട്ട് അവൻ എന്താ വേണ്ടെന്ന് പറയാം. എന്തൊക്കെ നോക്കിയാലും ലാസ്റ്റ് ഞങ്ങൾ എത്തിപ്പെടുക അവൻ്റെ ഫേവറേറ്റ് ചിക്കൻ ലോലിപ്പോപ്പും നൂൽപ്പൊറാട്ടയിൽ എത്തിട്ടും. ഞാൻ സ്വതവേ സൂപ്പാണ് കുടിക്കാറ്, പക്ഷേ ഇന്ന് എനിക്ക് എന്തോ ഒരു ചട്ടിച്ചോറ് കണ്ടപ്പോൾ എനിക്ക് ചട്ടിച്ചോറിൻ്റെ പിക്ചർ കണ്ടപ്പോൾ അത് കഴിക്കണം തോന്നിയിട്ട് ഞാൻ ചട്ടിച്ചോറ് ഓർഡർ ചെയ്തിട്ട് അങ്ങനെ ഞങ്ങൾ കുറേ ഇരുന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയോ ഞങ്ങളുടേതായ കാര്യങ്ങളൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഫുഡ് വന്നു, അവൻ്റെ നൂൽപ്പൊറാട്ടയും അതുപോലെ ലോലിപ്പോപ്പും വന്നു. പിന്നെ എൻ്റെ ചട്ടിച്ചോറ് ഞാൻ കഴിച്ചുട്ടാ. പിന്നെ ഇന്ത്യയിലുള്ള ബീഫ് ഞാൻ അവന് കൊടുത്തു. ഞാൻ ബീഫ് കഴിക്കാത്തതുകൊണ്ട് ഞാൻ അവന് കൊടുത്തു. അതുപോലെ ഫോറം മാളിൽ പിന്നെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ട് പിന്നെ അവൻ ഫുള്ള് റൈഡുകളിൽ ഇങ്ങനെ കയറി നടക്കുകയായിരുന്നു. കാരണം അവന് ഭയങ്കര ഇഷ്ടമാട്ടോ. അവൻ്റെ ഹാപ്പിനെസ് ഇതാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നിയിട്ട്, അവൻ ഒറ്റയ്ക്ക് വണ്ടിയൊക്കെ ഓടിക്കുന്നത് കണ്ടപ്പോൾ. അതുപോലെ ഒരു പ്രൗഡ് മദറായിട്ടൊക്കെ തോന്നി. അപ്പോൾ എനിക്ക് ഇത് പിന്നെ ഒരു തവള ഇങ്ങനെ പുറത്തേക്ക് അതിനടിച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഉള്ളിക്കുള്ളിക്ക് ആക്കും കൊണ്ടിരിക്കുമ്പോൾ എത്രണ്ട് സ്കോർ കിട്ടുന്നുണ്ടെന്നൊക്കെ അതിനനുസരിച്ച് എന്തൊക്കെയോ ഒരു പേപ്പറൊക്കെ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ് കിട്ടും. പിന്നെ അവൻ അവിടെ നിർത്തിയിട്ട് ഞാൻ പുറത്ത് പോയി 1-2 സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂർ അവിടെ നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ആ സമയം പുറത്തേക്ക് വന്നാട്ടെ. പിന്നെ വന്നപ്പോൾ അവിടുത്തെ കുട്ടീനായിട്ട് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ബോൾ എറിഞ്ഞ് കളിക്കായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവന് മിയോയിൽ പോയിട്ട് ഐസ്ക്രീമും അതുപോലെ അവിൽ മിൽക്കും കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതൊക്കെ മേടിച്ചു കൊടുത്തു. അവിൽ മിൽക്കും അതിൻ്റെ കൂടെ വേറെ ഒന്നും കൂടിയും കഴിച്ചു കേട്ടോ. ഞാൻ പിന്നെ ഒരു മിൻറ്റ് ലൈമാണ് കഴിച്ചത്. അപ്പോൾ അവൻ എവിടെ പോയാലും മെനു ആദ്യം ചോദിക്കും കേട്ടോ. കാരണം അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, വായിക്കാറിട്ടൊന്നല്ല, പക്ഷേ കുട്ടിക്ക് മെനു എന്തായാലും കിട്ടണം. അത് കഴിഞ്ഞിട്ട് അവൻ്റെ കുടിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ അവന് ഡ്രസ്സും ചെരുപ്പൊക്കെ മേടിച്ചിട്ട് പിന്നെ ഞങ്ങളങ്ങനെ വണ്ടി എടുക്കാൻ പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.